പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 20-ാം വാക്യം. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമീൻ. യേശുവിൻ്റെ രക്തം നമ്മെ ദൈവിക നന്മയിലേക്ക് മടക്കി വരുത്തുന്നത്രേ. ദൈവം ഉണ്ടാക്കിയ ഏദൻ തോട്ടത്തിൽ എല്ലാ നന്മകളും ദൈവം മനുഷ്യന് വേണ്ടി കരുതി. നാം ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം സകലത്തെയും കരുതിയ ദൈവം അത്രേ. നമുക്ക് വേണ്ടത് എല്ലാം കർത്താവിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. തിമോത്തി ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതാ. ജീവന് വേണ്ടത്, ഭക്തിക്ക് വേണ്ടത് കർത്താവിൻ്റെ പക്കലുണ്ട്. കർത്താവിൻ്റെ പക്കൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നല്ലത് കരുതുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം നന്മയെ കൊടുക്കും. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, സകലത്തിൻ്റെ ഉടയവനായ ദൈവം ഒന്നുമില്ലാത്തവനെ പോലെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. രാജാതി രാജാവായവൻ ഒരു ദാസനെ പോലെ ഇറങ്ങി വന്നു, മനുഷ്യരൂപമെടുത്തു. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതിൻ്റെ അർത്ഥം നമ്മെ ഉയർത്താൻ വേണ്ടി അത്രേ. നമ്മെ താണലോകത്തിൽ നിന്ന് ഉയർത്തി സ്വർഗസ്ഥലത്തിൽ ഇരുത്തുവാൻ, നമ്മെ കർത്താവിൻ്റെ മക്കളാക്കി തീർക്കാൻ, ദൈവ മക്കളായി തീർന്ന് ദൈവ മക്കളെ പോലെ ജീവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പിശാച് അടക്കി വാഴുന്ന അതേ സ്ഥലത്ത് അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിട്ട് ഹല്ലേലൂയ അവൻ്റെ സാക്ഷികളായി തീരാൻ വേണ്ടി അത്രേ, അവൻ്റെ നന്മയെ ഘോഷിപ്പാൻ വേണ്ടി അത്രേ, മറ്റുള്ളവരോട് പറയാൻ ഈ ദൈവം എൻ്റെ ദൈവമെന്ന്, മതിയായ ദൈവമെന്ന് പ്രാഗൽഭ്യത്തോട് ധൈര്യത്തോടെ പറയുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. എന്നാൽ പലപ്പോഴും ദൈവം ഉണ്ടാക്കിയ ആ ദൈവിക സിസ്റ്റത്തിൽ നിന്ന് മനുഷ്യർ വീണുപോയപ്പോൾ ജീവിതത്തിൽ കരച്ചിലും പല്ലുകടിയും വന്നു, ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു. ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എന്നെ സ്നേഹിച്ച യേശു മുഖാന്തരം സകലത്തിലും ഞങ്ങൾക്ക് ജയമുണ്ട്. നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് കാൽവരിയിൽ നാം കണ്ടത്. ഹല്ലേലൂയ. ആ സ്നേഹം കൊണ്ടാണ് നാം സകലത്തിലും ജയം പ്രാപിക്കുന്നത്. പ്രിയരേ, ഹല്ലേലൂയ. ഒരു പിതാവോ മാതാവോ ഈ ലോകത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നല്ലത് ചരതിച്ചു വെക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ പിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ചരതിച്ചു വെക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് ഹല്ലേലൂയ സകലത്തിൻ്റെ ഉടയവനായ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആ നന്മ അനുഭവിക്കാത്ത വണ്ണം നന്മയെ തടയുന്ന എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതൽ തുണയില്ലാതെ ഇരിക്കത്തില്ല. ഒരു ദൈവ പൈതൽ അപ്പത്തിന് വേണ്ടി ഇറക്കത്തില്ല. അത് ദൈവത്തിൻ്റെ പ്രോമിസാ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല. എന്താ അതിൻ്റെ കാരണം? നല്ല ഇടയൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കരുതി. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ആടുകളുടെ വലിയ ഇടയൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ആടുകളുടെ വലിയ ഇടയൻ. അവനാണോ നമ്മുടെ ഇടയൻ? നിശ്ചയമായി ആടുകൾ അലഞ്ഞു പോകത്തില്ല, ആടുകൾ കൂട്ടം തെറ്റിപ്പോകത്തില്ല, ആടുകൾക്ക് ആഹാരമില്ലാതെ പോകത്തില്ല. നല്ല ഇടയൻ തൻ്റെ പരിശുദ്ധ രക്തത്താൽ, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ, തൻ്റെ വിലയേറിയ രക്തത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. നോക്ക്, അവൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത അതാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നഷ്ടപ്പെട്ടു പോയ നന്മകളെ
യഥാസ്ഥാനപ്പെടുത്തി തരും. യേശുവിൻ്റെ രക്തം അതിന് അടയാളമിട്ട് തരും. അതാരും ഇനി തൊടത്തില്ല, ആരും അപഹരിക്കത്തില്ല, ആരും നമ്മിൽ നിന്ന് മോഷ്ടിക്കത്തില്ല. പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. അപ്പൻ്റെ വീട്ടിൽ സന്തോഷമുണ്ടെന്ന്, അപ്പൻ്റെ വീട്ടിൽ ആഹാരമുണ്ടെന്ന് ആ ഇളയ പുത്രൻ തിരിച്ചറിഞ്ഞില്ലേ? സുബോധം വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു, അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ആവശ്യത്തിനുണ്ട്, അവിടെ തിന്ന് ശേഷിപ്പിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമുക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റണം, എൻ്റെ അപ്പൻ്റെ അടുക്കൽ എല്ലാ നന്മയും ഉണ്ട്, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഒന്നിനും കുറവില്ല, എൻ്റെ അപ്പൻ്റെ പക്കൽ സന്തോഷവും സമാധാനവും ഹല്ലേലൂയ സമ്പത്തുമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, ധനമുണ്ട്, മാനമുണ്ട്. വേറെ പുസ്തകത്തിൽ നിങ്ങൾ ഓരോ പദവും എടുത്ത് നോക്കിക്കൂ, അപ്പൻ്റെ പക്കൽ ഇല്ലാത്തതായി ഒന്നുമില്ല. പ്രിയരെ, എന്നാൽ അപ്പൻ്റെ അടുക്കൽ നിന്ന് അകറ്റിക്കളഞ്ഞ പാപത്തെ യേശുവിൻ്റെ രക്തം കഴുകും. യേശുവിൻ്റെ രക്തം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. നിത്യ നിയമത്തിൻ്റെ രക്തം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് പകൽക്കാലവും ഏൽപ്പിച്ചു കൊടുക്കുമോ? എല്ലാ നന്മയിലേക്കും കർത്താവിൻ്റെ രക്തം നമ്മെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. ദൈവകൃപയിൽ നമ്മെ നടത്തുമാറാകട്ടെ. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.